പോരാട്ടം എന്നാണ് കേരള കോൺഗ്രസിന്റെ ഒരു ആത്മവിശ്വാസം. കാരണം അത്രയധികം കാര്യങ്ങൾ ഗണേഷ് കുമാർ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെയാണോ എന്ന് കോൺഗ്രസ് പ്രധാനപ്പെട്ട എതിരാളികൾ കോൺഗ്രസ് ആണ്, ബിജെപിയും എൻഡിഎ സ്ഥാനാർത്ഥികളുണ്ട്. അവരോട് തന്നെ ചോദിക്കാൻ, കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ ഇവിടെയുണ്ട്. അത്ര ഏകപക്ഷീയ പോരാട്ടമായി മാറുകയാണോ ഈ പത്തനാപുരം ഇത്തവണ? പത്തനാപുരത്തെ പോരാട്ടത്തെ സംബന്ധിച്ചിടത്തോളം പത്തനാപുരം മാറാൻ തുടങ്ങിയിട്ട് 5 വർഷമായി. 2021 തെരഞ്ഞെടുപ്പ് മുതൽ പത്തനാപുരത്തിന് പ്രകടമായ മാറ്റങ്ങളുണ്ട്. നിങ്ങൾ മാധ്യമപ്രവർത്തകരാണ്, മാധ്യമങ്ങൾ രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവരാണ്. 2021 തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്തായിരുന്നു? 2021 തെരഞ്ഞെടുപ്പിൽ ശക്തമായ ഇടതുപക്ഷ തരംഗമുള്ള തെരഞ്ഞെടുപ്പായിരുന്നു. 99 സീറ്റുകളിൽ ഇടതുപക്ഷം കേരളത്തിൽ വിജയിച്ച തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഘട്ടം ഘട്ടമായി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഭൂരിപക്ഷം ഉയർത്തി വന്ന കെ.വി. ഗണേഷ് കുമാർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 10,000 വോട്ട് താഴ്ത്തി കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായി. അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷത്തിൽ 10,000 വോട്ടിന്റെ കുറവ് ശക്തമായ ഇടത് തരംഗത്തിൽ ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ ഇടതുപക്ഷക്കാർ നിരീക്ഷിച്ചോ എന്ന് എനിക്കറിയില്ല, പക്ഷെ മാധ്യമപ്രവർത്തകർ നിരീക്ഷിച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ അന്നു മുതൽ തുടങ്ങിയ മാറ്റം പിന്നീട് വന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDF തന്നെ മുന്നിൽ വന്നു. അതിനുശേഷം വന്ന കഴിഞ്ഞ 2.5 മാസക്കാലം മുമ്പ് നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പ് പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം ആദ്യമായിട്ട് പിടിച്ചെടുത്തു. അതോടൊപ്പം തന്നെ പത്തനാപുരത്തെ 6 പഞ്ചായത്ത് ഭരണം കിട്ടി. ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന കുന്നിക്കോട് ടൗൺ അടങ്ങുന്ന തലവൂർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ 4,000 വോട്ടിന് ചരിത്രത്തിൽ ആദ്യമായി നമ്മൾ പിടിച്ചെടുത്തു. അത്തരത്തിൽ വലിയ പ്രകടമായ മാറ്റങ്ങൾ ഈ നിയോജകമണ്ഡലത്തിലുണ്ട്. ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരു പ്രതിസന്ധി എന്താണ് ഈ മണ്ഡലത്തിലെന്നറിയാമോ? ഞങ്ങളുടെ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒറ്റയ്ക്കാണ്. അപ്പുറത്ത് CPM ഉണ്ട്, CPI ഉണ്ട്. CPM അനുസരിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ് 2011. അതിനു മുമ്പ് CPI തുടർച്ചയായിട്ട് MLA സ്ഥാനം വഹിച്ചിരുന്ന മണ്ഡലമാണ്. പിന്നെ പ്രകാശ് ബാബു സാറിന്റെ ഒക്കെ നാടാണിത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രദേശമാണ്. അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് B ഉണ്ട്, കേരള കോൺഗ്രസ് മാണി ഉണ്ട്. അങ്ങനെ ഒരു വലിയ മുന്നണി സംവിധാനമുണ്ട്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഈ 8 പഞ്ചായത്തിൽ അങ്ങനെ ഒരു ഒരു വലിയ മുന്നണി സംവിധാനങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പൊ അതായിരുന്നു ഞങ്ങളെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തെരഞ്ഞെടുപ്പിലൊക്കെ ബാധിപ്പിച്ചത്. കാരണം 2-3 സീറ്റുകളുടെയൊക്കെ വ്യത്യാസത്തിലാണ് 4-5 പഞ്ചായത്തുകളുടെ ഭരണം നഷ്ടപ്പെട്ടത്. പക്ഷെ ഞങ്ങൾ ഇത്തവണ ഈ പഞ്ചായത്തുകളെല്ലാം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ശ്രീ ജ്യോതികുമാർ ചാമക്കാലയുടെ തന്നെ നേതൃത്വത്തിൽ ഞങ്ങളുടെ സംഘടനാ സംവിധാനം സിസ്റ്റമാറ്റിക്കാക്കി ഞങ്ങൾ 6 പഞ്ചായത്തുകൾ പിടിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം കിട്ടി. നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ചരിത്ര ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ പത്തനാപുരത്തിന്റെ മാറ്റം കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് തുടർച്ചയായിട്ടുണ്ടായതാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ നിലവിൽ പത്തനാപുരത്തിന് 10,000 മുകളിൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടി ജ്യോതികുമാർ ചാമക്കാല വിജയിക്കുന്ന സാഹചര്യം. ശരി, ഈ തദ്ദേശ ഇലക്ഷനിലെ ഒരു തിരിച്ചടി യഥാർത്ഥത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കില്ലേ? ഇവിടുത്തെ ഒരു പൊളിറ്റിക്കൽ ട്വിസ്റ്റ് കൃത്യമായ സൂചനയല്ലേ തദ്ദേശ ഫലം? ഒരു രീതിയിലുമില്ല. ഇവിടെ കഴിഞ്ഞ 25 വർഷക്കാലം കൊണ്ട് ഗണേഷ് കുമാർ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് മത്സരിച്ച് ഇവിടുത്തെ ജനപ്രതിനിധിയായി വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മണ്ഡലത്തിലെ ഏകദേശം 10ഓളം വരുന്ന ആറുകൾക്ക് ഇല്ലേ തോടുകൾക്ക് കുറുകിലായിട്ടുള്ള പാലം നിർമ്മിച്ചിട്ടുണ്ട്, 57 സ്കൂളുകൾ നിർമ്മിച്ചിട്ടുണ്ട്, വിവിധ വികസന ഇവിടെ എന്ത് വികസന പ്രവർത്തനമാണ് ചെയ്യാത്തത്? ഏതെങ്കിലും ഇപ്പൊ ഈ പറഞ്ഞ UDFന്റെ വ്യക്തിക്ക് പോലും പറയാൻ കഴിയില്ല. പത്തനാപുരത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF ചോദിച്ച ഒരു ചോദ്യം, എവിടെ താലൂക്ക് ഹോസ്പിറ്റൽ? ഞങ്ങൾ പറയുന്നു ദാണ്ടെ താലൂക്ക് ഹോസ്പിറ്റൽ 100 കോടി രൂപ കിഫ്ബിയിൽ നിന്നും അനുവദിച്ച് നിർമ്മാണ പ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അവർക്ക് താലൂക്ക് ഹോസ്പിറ്റലിന്റെ ചോദ്യമില്ല. അല്ലാതെ വ്യക്തിപരമായ കാര്യങ്ങളായിരിക്കും മറ്റും പറയുന്നത്. പക്ഷെ ഞങ്ങളൊരു കാര്യം ഉറപ്പിച്ചു നൽകുന്നു, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഗണേഷ് കുമാറിന് 10,000 വോട്ട് കുറഞ്ഞു എന്ന് UDFന്റെ സ്ഥാനാർത്ഥി പറയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഗണേഷ് കുമാർ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ കേവലം 8 ദിവസമായിരുന്നു പ്രചരണ രംഗത്തുള്ളത്. അദ്ദേഹത്തിന് കോവിഡ് ബാധിച്ച് അദ്ദേഹം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഒരു സ്വീകരണങ്ങൾ പോലും അദ്ദേഹത്തിന് നേരിട്ട് വാങ്ങിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അദ്ദേഹം വണ്ടിയിൽ വന്നു, എല്ലാവരെയും കൈകാണിച്ചു പോയിട്ടും 14,000 ശിഷ്ട വോട്ടിന് അദ്ദേഹം വിജയിച്ചുവെങ്കിൽ ഇക്കുറി ഈ പത്തനാപുരത്ത് നിന്ന് ഈ 1,00,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കെ.പി. ഗണേഷ് കുമാർ വിജയിച്ചിരിക്കും. ഒരു തർക്കവുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് മെയ് മാസം 4-ാം തീയതി വോട്ടെണ്ണുമ്പോൾ നമുക്കറിയാൻ കഴിയും. അരുണേ, ഈ മണ്ഡലത്തിന്റെ ഒരു വോട്ടിംഗ് പാറ്റേൺ ഘടന പരിശോധിക്കുമ്പോൾ കമ്മ്യൂണിറ്റി വൈസിൽ നായർ കമ്മ്യൂണിറ്റിക്ക് വലിയ മജോറിറ്റി ഉള്ള ഇടമാണ്. NSSന്റെ ഡയറക്ടർ ബോർഡ് അംഗമൊക്കെയായിരുന്ന ഗണേഷ് കുമാറിന് സ്വാഭാവികമായ ഒരു സ്വാധീനം അവിടെ ഉണ്ടെന്ന് കരുതാം. പക്ഷേ ഇത്തവണ വരുന്ന ചില റിപ്പോർട്ടുകൾ NSS വോട്ടുകൾ ഗണേഷിനെതിരാകുമോ എന്നതാണ്. വെല്ലുവിളി ഉണ്ടാക്കില്ലേ ഗണേഷിന് ഇത്തവണ NSS വോട്ട് ചെയ്യുമോ? തെറ്റായ സമീപനമാണ്, തെറ്റായ ധാരണയാണ്. NSS അടക്കം എല്ലാ സാമുദായിക സംഘടനകളും കെ.ബി. ഗണേഷ് കുമാറിനൊപ്പമാണ്. NSS മാത്രമല്ല, പിന്നെ NSSൽ പ്രശ്നമുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. സ്വാഭാവികമായും NSSലെ എല്ലാ രാഷ്ട്രീയ പാർട്ടി അംഗങ്ങളുമുണ്ട്. പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ NSS അടക്കമുള്ള
മുഴുവൻ സാമുദായിക സംഘടനകളും കെ ബി ഗണേഷ് കുമാറിനും LDF-നും അനുകൂലമാണ്. സത്യ വ്യക്തിപരമായ പ്രശ്നം നേരത്തെ കേരള കോൺഗ്രസ് ബിയുടെ പ്രതിനിധി തന്നെ വ്യക്തിപരമായ ആരോപണങ്ങൾ വരുന്നു എന്ന് പറയുന്നു. BJPക്ക് ഒരു നിലപാട് പറയാനുണ്ടാകും. സ്വാഭാവികമായിട്ടും കെ ബി ഗണേഷ് കുമാറിനെതിരായ നിരവധി ആരോപണങ്ങൾ, ഏറ്റവും ഒടുവിൽ വന്ന ആരോപണങ്ങളടക്കം എന്താണ് ശരിക്കും LDF സ്ഥാനാർത്ഥിക്ക്, നിലവിലെ MLA-ക്കെതിരെ BJPക്ക് പറയാനുള്ളത്? നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും അധികം ചർച്ചയായ ഒരു നിയോജക മണ്ഡലമാണ് പത്തനാപുരം. കഴിഞ്ഞ 4 നൂറ്റാണ്ട് കാലമായിട്ട് പത്തനാപുരത്തിന്റെ MLA ആയിട്ട് ഇവിടെ വലിയ വികസന വിപ്ലവം സൃഷ്ടിച്ചു എന്ന് പറയുന്ന ഗണേഷ് കുമാർ. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ധാരണ ഇവിടെ ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള അവസരം ഉണ്ടാക്കിക്കൊടുത്തത് LDF തന്നെയാണ്. കെ ബി ഗണേഷ് കുമാർ 2001 ആദ്യമായിട്ട് ഇവിടെ MLA ആകുന്ന സമയത്ത്, അല്ല അതിന് തൊട്ടു മുമ്പ് നിരന്തരമായിട്ട് ഇവിടെ MLA ആയിരുന്നത് LDF ആണ്. CPM-ന്റെ ശ്രീമാൻ പ്രകാശ് ബാബു MLA ആയിരുന്ന സമയത്ത്, CPI-യുടെ ശ്രീ പ്രകാശ് ബാബു ആയിരുന്നു ഇവിടുത്തെ MLA. ആ സമയത്ത് ഗണേഷ് കുമാർ UDF-ന്റെ ഭാഗമായിട്ട് ഇവിടെ ജയിച്ചു. അപ്പോൾ അദ്ദേഹം ഒരു 2 പാലം പണിഞ്ഞപ്പോൾ ഇവിടെ വലിയ വികസനമായിട്ട് ഞങ്ങളെപ്പോലുള്ള ഈ നാട്ടുകാർക്ക് തോന്നാനുള്ള കാരണം അതിനു മുമ്പ് വികസനം എന്ന വാക്കുപോലും ഇവിടെ ഉണ്ടാകാത്തതുകൊണ്ടാണ്. അതിനും കാരണക്കാരി ഇവർ തന്നെയാണ്. ഈ ഇടതുമുന്നണിയും വലതുമുന്നണിയും നിരന്തരമായിട്ട് ഇവിടെ ഗണേഷ് കുമാർ തമ്മിൽ ഭേദമെന്ന് തോന്നുന്നുണ്ട്. ഇല്ല, അങ്ങനെ ഒരിക്കലും ഇല്ല. അദ്ദേഹം വന്നപ്പോൾ ഇത് തൊട്ടു മുമ്പ് ഇരുന്നത് ഒന്നുമില്ലായ്മയിൽ നിന്ന് 2 പാലം പണിഞ്ഞു. അപ്പോൾ ഇവരൊക്കെ പറയുന്ന പോലെ 4 പാലം പണിഞ്ഞു. ഈ നാട്ടിൽ, ഈ രാജ്യത്തെമ്പാടും ഈ വികസനങ്ങൾ നടക്കുന്നുണ്ട്. ഈ രാജ്യത്തെമ്പാടും നടക്കുന്ന വികസനങ്ങളുടെ ഭാഗമായിട്ട് ഇവിടെയും വികസനം നടക്കുമ്പോൾ അത് ഞങ്ങൾ എന്തോ പുതുതായിട്ട് കൊണ്ടുവന്നതാണ് എന്ന് അവതരിപ്പിക്കുന്നതിൽ ചില PR വർക്കുകാരെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം മുന്നിൽ നിൽക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതല്ലാതെ ഈ സാധാരണക്കാരന് ഉപയോഗപ്രദമായ രീതിയിൽ ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരൊക്കെ പറയുന്നു ഇവിടെ ഇല്ലാത്തത് എന്താണെന്നൊരു ചോദ്യമുണ്ട്. ഇവിടെ 50 പേർക്ക് തികച്ച് തൊഴിൽ കൊടുക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥാപനം ഈ കാലത്തിനിടയ്ക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടോ? ഒരു തുടർച്ചയായിട്ട് തൊഴിൽ കൊടുക്കുന്ന സ്ഥാപനങ്ങൾ, ഇവിടെ വലിയ തൊഴിൽ മേഖലയിൽ ഉണ്ടായിരുന്ന കശുവണ്ടി മേഖല തകർന്നടിഞ്ഞിട്ട് ഇദ്ദേഹം എന്തെങ്കിലും പറയുന്നുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ കോലാഹലം ഇത്രയും വന്നിട്ട് ആ പാവങ്ങളെ കുറിച്ച് ഇദ്ദേഹം എന്തെങ്കിലും പറയുന്നുണ്ടോ? പിന്നെ അത് ഈ തദ്ദേശ ഫലം യഥാർത്ഥത്തിൽ UDF-ന് നേട്ടം നൽകിയിട്ടുള്ളതാണ്. പക്ഷേ തദ്ദേശ ഫലം ഒരു സൂചകമായി കാണാൻ കഴിയുമോ? കെ ബി ഗണേഷ് കുമാറിന് വ്യക്തിപരമായ നിരവധി വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന ഒരു ഇടമല്ലേ ഈ പത്തനാപുരം? അങ്ങനെ UDF-നെ പ്രതീക്ഷിക്കുന്ന വസ്തുതയുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാല 5 അക്ക വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിക്കും. ഒരു സംശയവും വേണ്ട. 10 വർഷം ഈ സംസ്ഥാനത്ത് പിണറായി വിജയന്റെ കിരാത ഭരണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ജനങ്ങൾക്ക് കിട്ടിയ സുവർണ അവസരമാണിത്. അവർ ഭംഗിയായിട്ട് വിനിയോഗിക്കും. ഇവിടെ 6 പഞ്ചായത്തുകളിൽ ഐക്യ ജനാധിപത്യ മുന്നണി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. ഇന്ന് വരെ ജയിച്ചിട്ടില്ലാത്ത പത്തനാപുരം ബ്ലോക്കിൽ 10 സീറ്റുകളിൽ കോൺഗ്രസ് ജയിക്കുകയും UDF അവിടെ അധികാരത്തിൽ വരികയും ചെയ്തു. 2 പഞ്ചായത്തിൽ UDF-ന് അധികാരം നഷ്ടപ്പെട്ടത് 1-2 സീറ്റുകൾക്ക് വ്യത്യാസത്തിലാണ്. ഒരു സംശയവും വേണ്ട. ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാല വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.